ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നെക്കിൻ്റെ മെഷർമെൻറ്റ്സ്, നെക്ക് വിഡ്ത്ത് 7.5 ഇഞ്ച്, പിന്നെ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 5 ഇഞ്ച്. നെക്ക് വിഡ്ത്തും ഫ്രണ്ട് നെക്ക് ലെങ്ത്തൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഫ്രണ്ട് നെക്ക് നമ്മളെപ്പോഴും ക്യാൻവാസിലാണ് ഫിനിഷ് ചെയ്യുന്നത്. ഇതാണ് ക്യാൻവാസ് നമുക്ക് തയ്യൽ സാധനങ്ങൾ വാങ്ങുന്ന കടയിലൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. 1 മീറ്ററോ 2 മീറ്ററോ അല്ലെങ്കിൽ റോളായിട്ടൊക്കെ വാങ്ങാൻ സാധിക്കും. നമ്മുടെ ആവശ്യാനുസരണം വാങ്ങാം. അപ്പോൾ ഇതിന് 2 വശം ഉണ്ടായിരിക്കും. ഒരു വശം ഒട്ടിക്കാനായിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് നോക്കിയൊക്കെ ഇതിലൊരു ചെറിയ ഗ്ലേസിങ് പോലെ തോന്നുന്നില്ലേ, അത് പശയുള്ള ഭാഗമാണ്. ഈ ഭാഗമാണ് നമുക്ക് ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കുക. അതിൻ്റെ മറുപുറത്ത് അങ്ങനെ ഗ്ലേസിങ് ഒന്നും ഉണ്ടാവില്ല. കണ്ടോ, ഈ വശത്താണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഗ്ലേസിങ് ഉള്ള ഭാഗം നമ്മൾ ഒട്ടിക്കാനായിട്ട്, നല്ല വശമാണ്, ആ വശമാണ് നമ്മൾ ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. അതായത് ഈ വശം കണ്ടോ, ഇവിടെയൊക്കെ നമുക്ക് ഗ്ലേസിങ് കാണാം, അത് പശയാണ്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാനായിട്ട് ആവശ്യമുള്ള ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് നെക്ക് വിഡ്ത്ത് 7.5 ഇഞ്ചാണ്. അപ്പോൾ 7.5 ഇഞ്ചിൻ്റെ പകുതി 3.25 ഇഞ്ച്. ഈ 3.25 ഇഞ്ചും പ്ലസ് ഒരു ഇഞ്ചും കൂടി എക്സ്ട്രാ എടുക്കാം. ഒരു 4.25 ഇഞ്ച്, നമുക്കൊരു 5 ആയിട്ട് തന്നെ എടുക്കാം. ഇത് എക്സ്ട്രാ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എക്സ്ട്രാ ഇട്ടിട്ട് നമുക്ക് കട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഒരു 5 ഇഞ്ചിൽ ഇനി നമുക്ക് 3.25 പ്ലസ് 1 ഇഞ്ച് 4.25, നമുക്കതൊരു 5 ഇഞ്ചാക്കിയിട്ട് മടക്കിയെടുത്ത് കട്ട് ചെയ്യാം. അതേപോലെ തന്നെ നെക്ക് ലെങ്ത്ത് 5 ഇഞ്ചാണ്. അപ്പോൾ 5 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ, 1.5 വേണ്ട, 2 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ എടുക്കാം. കാരണം ആദ്യമായിട്ട് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് ചെരിവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാനായിട്ട് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എടുത്ത് കട്ട് ചെയ്യാം. ഞാൻ എങ്ങനെയാണെന്ന് വിശദീകരിച്ച് പറഞ്ഞുതരാം. ഇതിപ്പോൾ ക്യാൻവാസിൻ്റെ അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ളൊരു ഷീറ്റാണ്. അപ്പോൾ ഈ ഷീറ്റിൽ നമുക്ക് നെക്ക് വിഡ്ത്ത് 7.5 പറഞ്ഞിട്ടുള്ളത്. 7.5യുടെ പകുതി 3.25 പ്ലസ് 1 ഇഞ്ച് 4.25, നമുക്കൊരു 5 ഇഞ്ചായിട്ട് ഇവിടെ അടയാളപ്പെടുത്താം. ഒരു 5 ഇഞ്ച് വിഡ്ത്ത്. പിന്നെ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 5 ഇഞ്ചാണ്. അപ്പോൾ നമുക്കതൊരു 2 ഇഞ്ച്, 1.5 ഇഞ്ച് എന്തായാലും ആവശ്യം വരും. അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി എക്സ്ട്രാ ഇട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാനൊക്കെ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ 7 ഇഞ്ച് ലെങ്ത്തിലായിട്ട് എടുക്കുക, മാർക്ക് ചെയ്യുക. ഏഴ് ഇഞ്ച് ലെങ്ത്തിലും മാർക്ക് ചെയ്തു. ഇനി ഈ ഒരു മാർക്കിങ് വെച്ചിട്ട് നമുക്കൊരു സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ മാർക്കിങ് വെച്ചിട്ട് നമ്മളിങ്ങനെ മടക്കിയത് കണ്ടോ, ഈ ലെങ്ത്തിലേക്ക് നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒരു സ്ക്വയർ പോലെ ആക്കിയിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു കഷ്ണം കിട്ടി. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ആ ഷീറ്റിൽ വെച്ച് തന്നെ നേരിട്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് വലിയ ഷീറ്റൊക്കെ ആകുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനൊക്കെ കുറച്ച് മെനക്കെടാം. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് സുഖമായിട്ട് മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്താനും ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഇതിൻ്റെ ഈ അറ്റം വശമൊക്കെ ചെറുതായിട്ടൊന്ന് നേരെയാക്കി എടുക്കാം, കട്ട് ചെയ്ത് കളഞ്ഞിട്ട്. സ്ട്രെയിറ്റൊക്കെ ആക്കി എടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് അടയാളപ്പെടുത്താം.
നമ്മുടെ നെക്ക് വിഡ്ത്ത് 7.5 പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പകുതി 3.25 ഇഞ്ച്. 3.25 ഇഞ്ച് ഇവിടെ ഈ മടക്കിയ ഇത് കണ്ടു, ഇതാണ് ഇതിൻ്റെ ഇവിടെ മടക്കുള്ള ഭാഗം, ഇവിടെ തുറന്ന ഭാഗമാണ്. അപ്പോൾ നമ്മുടെ ഈ മടക്കുള്ള ഭാഗത്ത് നിന്നും 3.25 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തണം. ഇവിടെ 3.25 ഇഞ്ച് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്, അടയാളപ്പെടുത്താം. നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. 3.25 ഇഞ്ച് കറക്റ്റാക്കി വെച്ച് അടയാളപ്പെടുത്താം. എന്നിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈനാക്കി വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഗ്ലേസിംഗ് ഉള്ള ഭാഗം ഉള്ളിലേക്കാണ് പോകേണ്ടത്. ഗ്ലേസിംഗ് ഉള്ള ഭാഗത്താണ് നമ്മൾ വരയ്ക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ വെച്ചു നമ്മൾ. എന്നിട്ട് 3.25 ഇഞ്ചിൽ ക്ലിയർ ആക്കി ഒരു വര വരയ്ക്കാം. അപ്പോൾ നമ്മളത് വരച്ചു. ഇതിപ്പോൾ നെക്ക് വിഡ്ത്താണ് നമ്മളിവിടെ മാർക്ക് ചെയ്തത്. അതായത് ഇവിടെ തൊട്ട് ഈ ഒരു ദൂരത്ത് പറഞ്ഞാൽ നെക്ക് വിഡ്ത്താണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് താഴത്തേക്കാണ് നെക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്തുന്നത്. നെക്ക് ലെങ്ത്ത് എത്രയെന്ന് വെച്ചാൽ 5 ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് ലെങ്ത്ത്. ഈ 5 ഇഞ്ച് അടയാളപ്പെടുത്തുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ 5 ഇഞ്ചല്ല 5.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തേണ്ടത്. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ 5.5 ഇഞ്ച് അടയാളപ്പെടുത്താം. അതൊരു സ്ട്രെയിറ്റ് ലൈനാക്കി മാറ്റാം. ഇനി ഇവിടുന്ന് താഴത്തേക്ക് ഒരു 1/2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യാം. ഇതുണ്ടോ, ഇവിടുന്ന് 1/2 ഇഞ്ചാണ് നമ്മൾ താഴത്തേക്ക് എടുക്കുന്നത്. കാണിച്ചു തരാം. ഇത് കണ്ടോ, 1/2 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് മുകളിൽ. എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 1/2 ഇഞ്ച് നമ്മൾ ഇവിടെയും അടയാളപ്പെടുത്തി. എന്നിട്ട് അത് സ്ട്രെയിറ്റ് ആക്കി വരയ്ക്കാം. അപ്പോൾ ഇനി ശരിക്കുള്ള നെക്ക് ലെങ്ത്ത്, ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വര തൊട്ട് ഇവിടം വരെയുള്ള ദൂരമാണ് ഫ്രണ്ട് നെക്ക് ലെങ്ത്ത്. ഈ 1/2 ഇഞ്ച് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തയ്യൽ തുമ്പിൻ്റെ ഭാഗത്തേക്ക്, അതായത് നമ്മൾ ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്യും. അപ്പോൾ ആ 1/2 ഇഞ്ച് ഷോൾഡറിന് നമ്മൾ തയ്യൽ തുമ്പിട്ടിട്ടുണ്ട്, അവിടേക്കാണ് ഈ 1/2 ഇഞ്ച് പോവുക. അപ്പോൾ നമ്മൾ ഇവിടേക്ക് ഷോൾഡറിന് തയ്യൽ തുമ്പ് പോയിട്ട് ഇവിടെ നിന്നും ഇവിടം വരെയുള്ള ലെങ്ത്ത് ആയിരിക്കും ഫ്രണ്ട് നെക്ക് ലെങ്ത്ത്, അതായത് 5 ഇഞ്ച്. വേണ്ടോ, 5 ഇഞ്ച് കറക്റ്റ്. ഇനി നമുക്ക് ഈ സ്ക്വയറിൻ്റെ ഉള്ളിലാണ് നമുക്ക് നെക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ വരയ്ക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു സാധാരണ റൗണ്ട് നെക്കാണ്, ഒരു യു ഷേപ്പിലുള്ളൊരു റൗണ്ട് നെക്കാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു നോർമൽ കഴുത്താണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഏത് ഷേപ്പ് വേണമെങ്കിലും വരയ്ക്കാം. ഇനി നമുക്ക് ഇവിടെ നിന്നും ഒരു 1/4 ഇഞ്ചോ 1 ഇഞ്ചോ എങ്ങനെ നമ്മൾ എക്സ്ട്രാ ആയിട്ട്
എക്സ്ട്രാ മാർക്ക് ചെയ്ത് വരയ്ക്കണം. ഇതേ ഷേപ്പിൽ വരയ്ക്കാം, അല്ലെങ്കിൽ സ്ക്വയറായിട്ട് വരയ്ക്കാം. ഇപ്പോൾ തുടക്കക്കാരാണെങ്കിൽ 1 ഇഞ്ച് ഇടുക. ഞാനിവിടെ ഒരു 3/4 ഇഞ്ച് ഇടുന്നുള്ളൂ. ഇനി ഇത് ജോയിൻ ചെയ്ത് വരയ്ക്കാം. വെറുതെ സിമ്പിളായി കൈ കൊണ്ട് തന്നെ ഇങ്ങനെ വരച്ചാൽ മതി. ഇപ്പോൾ ഇങ്ങനൊരു ഇതേപോലെ തന്നെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് സ്ക്വയർ ആക്കിയിട്ടായാലും വരയ്ക്കാം, എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് തയ്ച്ച് മടക്കിയടിക്കാനൊക്കെ ആയിട്ടാണ് ഈ വശം വേണ്ടത്. അതുകൊണ്ടാണ് കുറച്ച് എക്സ്ട്രാ ഇട്ടിട്ട് ചെയ്യാൻ പറഞ്ഞത്. തുടക്കക്കാരാണെങ്കിൽ ഇത്രയ്ക്കൊക്കെ എക്സ്ട്രാ ഇട്ടാൽ മതി. നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ ഇത്രയ്ക്കധികം ഒന്നും നമ്മൾ ക്യാൻവാസ് കൂടുതലെടുക്കേണ്ട ആവശ്യം വരില്ല. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യണതിന് മുന്നേ നമുക്ക് ഇതേപോലത്തെ പിന്നുകളുണ്ടായിരിക്കും. ആ പിന്നുകളൊന്ന് കുത്തി കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം കട്ട് ചെയ്യുമ്പോൾ പിടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊക്കെ ഒന്ന് നീങ്ങിയാൽ ഈ കഴുത്ത് കറക്റ്റ് ചിലപ്പോൾ കട്ട് ചെയ്യുന്നത് ശരിയായെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് പിന്ന് കുത്തി കൊടുത്താൽ നന്നായിരിക്കും. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഈ പുറത്തത്തെ വരയിൽ കൂടെ നമുക്ക് ആദ്യം കട്ട് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഉള്ളിലത്തെ കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ആദ്യം ഉള്ളിലത്തെ കട്ട് ചെയ്തിട്ട് പുറത്തത്തെ കട്ട് ചെയ്താലും മതി, എങ്ങനെയായാലും കുഴപ്പമില്ല. പക്ഷെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യാം. നമുക്ക് ഉള്ളിലത്തെ കട്ട് ചെയ്യുമ്പോൾ ഈ ലൈനിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, ഇവിടെ നിന്ന് ഈ ലൈനിൽ കൂടെ വന്ന് ഇങ്ങോട്ടേക്കുമാണ് കട്ട് ചെയ്യേണ്ടത്. എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പോയിൻറ്റിനെ അവിടെ കൊണ്ടുപോയി നിർത്തുക. കുറച്ച് മുകളിലേക്ക് കട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇനി ഇവിടുന്ന് നേരെ കട്ട് ചെയ്യുക. ഇവിടെ നിന്ന് നേരെ. കണ്ടോ, നമുക്കിത് നല്ല ക്ലിയറായിട്ട് കട്ട് ചെയ്ത് കിട്ടി. ഈ പിന്ന് കുത്തി വെച്ചേക്കണ കാരണം ക്യാൻവാസ് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി കഴുത്തിന് ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ഈ പിന്നുകളൊക്കെ നമുക്ക് അഴിച്ചു മാറ്റാം. അപ്പോൾ ഈ 1/2 ഇഞ്ചിൻ്റെ നമ്മളിങ്ങനെ ഈ ഒരു പീസ് നമ്മൾ എക്സ്ട്രാ ആക്കി കട്ട് ചെയ്ത കാരണം കഴുത്തിൻ്റെ ഷേപ്പിനൊന്നും ഡിഫറൻസ് വരില്ല. അല്ലെങ്കിൽ നമ്മൾ ഇതില്ലാണ്ട് കറക്റ്റ് നേരെ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് പോയാൽ ചിലപ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ കഴുത്ത് കുറച്ച് മറിച്ച് പോകാൻ, ഷേപ്പ് ചേഞ്ച് ചെയ്ത് പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്താൽ കുറച്ചും കൂടി ഫിനിഷിങ്ങിൽ നമുക്ക് കഴുത്ത് ശരിയാക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് കരുതുന്നു. തുടക്കക്കാർക്കും വ്യക്തമായി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. താങ്ക് യു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണമെന്ന്. താങ്ക് യു.